അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്തിനാ തൃപ്തിപ്പെടുന്നത്? നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല, എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CM-നെ അങ്ങനെ വിശ്വസിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CM-നെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്.